അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് കാണിക്കുന്നത് മൈ ജോബ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ മൈ ജോബ് എന്നുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ ഒരു ഫാബ്രിക്കേറ്റർക്ക് ഒരു പുതിയ ജോബ് ക്രിയേറ്റ് ചെയ്യാനും അതിനൊരു കൊട്ടേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്കതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ അതിലിതിപ്പോൾ ഒരുപാട് ജോബ് ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ശരിക്കും വേണ്ട എന്താ വെച്ചാൽ നമ്മളൊരു ഫാബ്രിക്കേറ്റർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിലത്തെ ആ ഒരു ഡാറ്റ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആ വീടിൻ്റെ ഒരു ഫോട്ടോ നമ്മളത് ഗാലറി പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ആയിട്ട് തന്നെ ഒരു സംഭവം ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ ആഡ് ചെയ്യുന്നു. അതിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കസ്റ്റമറെ നെയിം അത് നമുക്ക് എന്തും ഒരു നെയിം അവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിന് ആ ഒരു കസ്റ്റമർക്ക് ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും. അതെന്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ ഒരു അഡ്രസ്സ് അത് നമുക്ക് എന്താണ് ആ വീട്ടിൻ്റെ അഡ്രസ്സ് ആ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് അവിടെ ഒരു പുതിയൊരു ജോബ് ആ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ ക്രിയേറ്റ് ആയി വരുമ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ക്രിയേറ്റ് ഏരിയ എന്നുള്ളൊരു പാർട്ടാണ്. അത് എന്തിനു വേണ്ടി വെച്ചാൽ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് റൂമുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഏത് റൂമാണ് നമ്മൾ ആദ്യം അളവെടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ റൂമിൻ്റെ പേര് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ആദ്യം തന്നെ ഒരു കിച്ചൺ എന്നാണ് ഇതിൽ ചെയ്യുന്നതെങ്കിൽ അത് കിച്ചൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമ്മൾ ആ കിച്ചണിൽ ആഡ് ചെയ്യേണ്ട ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമുക്കറിയാം കിച്ചണിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരുപാട് ഫ്രെയിംസ് ഉണ്ടാവും. കബോർഡ്സ് അല്ലെങ്കിൽ വാൾ യൂണിറ്റ് അങ്ങനെ എന്താണോ നിങ്ങൾക്ക് സൗകര്യമുള്ള വെച്ചാൽ അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു ബേസ് കബോർഡ് നമ്മൾ ആഡ് ചെയ്തു. നമുക്കതിന് വേണ്ടി ഒരു തൽക്കാലം ഒരു ബ്ലാക്ക് ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫ്രെയിം നമ്മൾ അളവെടുക്കുന്ന സമയത്ത് ഒരു ഫ്രെയിമിൻ്റെ അളവെടുക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ ഹൈറ്റ് നമ്മൾ സെൻറ്റിമീറ്ററിലാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റാക്കിൻ്റെ അടിയിലൊക്കെ ഉള്ളൊരു കബോർഡിൻ്റെ ഹൈറ്റ് നമ്മൾ ടാപ്പ് കൊണ്ട് തന്നെ കറക്റ്റ് അളവെടുക്കുക. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു 80 ഹൈറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു 300 സെൻറ്റിമീറ്റർ ഒരു വീതിയുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ അതിന് എത്ര കള്ളികളാണ് നമുക്ക് വേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോളം എന്നുള്ള സ്ഥലത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു 5 കള്ളി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെല്ലുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പുതിയ ഒരു ടാബിലേക്ക് ഇത് മാറും. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് വേണ്ട ഡോറുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഓരോ പാർട്ടിലും എടുക്കുക. അതിനുശേഷം അതിൻ്റെ ഡോർ ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 6 ഓപ്ഷൻസ് ഉണ്ട്. അത് ഡോർ വിത്ത് ഹാൻഡിൽ അല്ലെങ്കിൽ അലുമിനിയം ഗ്ലാസ് ഡോർ വിത്ത് ഹാൻഡിൽ, ഡോർ വിത്ത് ഹാൻഡിൽ. അപ്പോൾ ഏതാണോ നമ്മളത് ആദ്യം നമ്മൾ ഡോർ വിത്ത് ഹാൻഡിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒരുപാട് കളേഴ്സ് ഓപ്ഷൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കളർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഹാൻഡിൽ ടൈപ്പ് ആയതുകൊണ്ട് ഹാൻഡിൽ ചൂസ് ചെയ്യണം. അപ്പോൾ ഹാൻഡിൽ ചൂസ് ചെയ്യുക. ഹാൻഡിൽ ഇതിൽ ഏത് കളർ നമുക്കിപ്പോൾ തൽക്കാലം ബ്ലാക്ക്. അത് തന്നെ ഏത് പൊസിഷനിലാണ് നോക്കുക, ടോപ്പാണോ ബോട്ടാണോ റൈറ്റാണോ ലെഫ്റ്റാണോ എന്നുള്ളത്. ഒരുവിധം എല്ലാത്തിലും ബോട്ടോ അല്ലെങ്കിൽ ടോപ്പാണ് ഉണ്ടാവുക. നമ്മൾ ടോപ്പായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്തു ഈ പറഞ്ഞ ഹാൻഡിൽ ടൈപ്പ് കൂടി സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലത് ഒരു ഡോറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഡോർ തന്നെയാണ് നമ്മൾ എല്ലാ ഫ്രെയിമിലും ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ ഒരു കോപ്പി തീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓരോ ഡോറിനും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലുള്ള ഒരു ഫ്രെയിമായിട്ട് കിട്ടും. അത് നമ്മൾ സേവ് ചെയ്യുക.